എല്ലാ ദിവസവും ഇത് കുടിക്കുന്നത്. പക്ഷെ ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ സ്കിന്ന്. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാജൻ കൂടുമ്പോൾ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കൂടും. അത് നമുക്ക് മനസ്സിലാവും. ശരിക്കും ഒരു 7 ദിവസം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലതാണ്. കൊളാജനാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, ഗട്ട് സിസ്റ്റം കുറച്ചുകൂടെ നന്നാക്കും. ഫുൾ കൊളാജനാണ്. ഓർഗൻ ഡിഷിന്റെ പിന്നെ കടുകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാജ്യദ്രോഹമായി. എന്താ അതിന്റെ പേര്? പേര് ഇറക്കി ജീരകം 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 ജീരകം. ഇത് ഇതേപോലെ തന്നെ ഞാൻ തന്നെ മല്ലി മേടിച്ച് ഞാൻ തന്നെ പൊടിക്കുന്നതാണ്. ബിരിയാണിക്ക് ഞാൻ സാമ്പാർ മസാല ഇട്ടിട്ട് ഉണ്ടാക്കിയ കോമഡിയാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ അവരോട് പറയും ഇത് ഇങ്ങനെയാണ്. അവർക്കറിയില്ലല്ലോ, അവർ ഇതിന് മുന്നേ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്ളോഗാണ്. ചെറുതാണോ ഏതാണോ നമുക്ക് കണ്ടറിയാം. ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ ഓഫീസിലെ ഒരു ഫ്രണ്ടും കൊളീഗിൻ്റെ വൈഫും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ ലഞ്ചിന് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇന്ന് തലേ ദിവസം രാത്രിയാണ്. ഇപ്പോൾ സമയം 7:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇന്ന് കുറച്ച് കുക്ക് ചെയ്ത് വെക്കണം. നാളെ രാവിലെയും ഇച്ചിരി കുക്ക് ചെയ്യാനുണ്ട്. അവരെ നമ്മൾ 12 മണിക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ വരുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും എനിക്ക് കുക്കിംഗ് നിർത്തണം എന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിലും കൂടെ ആയതുകൊണ്ട് എല്ലാം തുറന്നിടും. എന്നാലും മണം ഒന്നും അങ്ങനെ തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ മുന്നേ നമ്മൾ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി. പിന്നെ വേറെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിപാടിയല്ല. എൻ്റെ ഈ ഫ്രണ്ടും വൈഫും വരുന്നത് അവർ ഓസ്ട്രേലിയൻസ് ആണ്, ഇന്ത്യൻസ് അല്ല. അവർ ഓസ്ട്രേലിയൻസ് ആണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ബട്ടർ ചിക്കനും ഞാനും പ്രതീക്ഷിച്ച് വരണ്ട, എൻ്റെ ഫുഡ് അതല്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ദാലും അവരാണെങ്കിൽ ഐ ലവ് ദാൽ എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സോറി, ഈ ദാൽ നമ്മൾ കഴിക്കും, ഇല്ലാന്നല്ല. പക്ഷെ നമ്മുടെ ഒരു ഫുഡ് ശരിക്കും പറഞ്ഞാൽ അതല്ലല്ലോ. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മുടെ കുറച്ച് കേരള രീതിയിലുള്ള ഫുഡ് കൊടുക്കാം അവർക്ക്. അപ്പോൾ അവർക്ക് കേരളത്തെ പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ ഈ കമ്പനി വന്നിട്ട് പുള്ളിയോട് നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ച് എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ കേരളമാണ്, സൗത്തിലാണ്, ഏറ്റവും താഴത്തെ ഡൗൺ സൗത്തിലുള്ള സ്റ്റേറ്റാണ്, കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും, അടിപൊളിയാണല്ലോ കേരളം എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് കേരളം അറിയില്ല. അവർക്ക് ഡൽഹി ബോംബെ എന്നല്ലാണ്ട് വേറെ ഒരു കാര്യം അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേരളം റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. എത്രത്തോളം ഒക്കെന്ന് അറിയില്ല. പക്ഷെ ബ്രാൻഡ് അംബാസഡറാണ്. അതെ, ബ്രാൻഡ് അംബാസഡറാണ്. കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ടല്ല ടൂറിസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ. പക്ഷെ എന്നാലും നമ്മുടെ കുറച്ച് കറികളൊക്കെ അറിഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ബട്ടർ ചിക്കനൊന്നും അല്ല ഉണ്ടാക്കുന്നത്, അവരിങ്ങനെ ടണ്ടൂരി എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല, ഞാൻ അല്ലാണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ മെനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൊഞ്ചുണ്ടാക്കും. മറ്റേ ഷെഫ് പിള്ളയുടെ വേണാട് പാൽക്കഞ്ച്, അത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുണ്ടാക്കും. പിന്നെ ഫിഷ് നിർവാണം, അതും ഷെഫ് പിള്ളയുടെ തന്നെ. എനിക്ക് തേങ്ങാപ്പാൽ കൂടിയിട്ടുള്ള പരിപാടികളൊക്കെ വെച്ചിട്ട് അലക്കണം. അപ്പോൾ അത് ഫിഷ് നിർവാണം. പിന്നെ ബിരിയാണിക്കാണ് അതിൻ്റെ ഇടയ്ക്ക് കോഫി കിട്ടുമായിരുന്നോ? അതിൻ്റെ ഇടയ്ക്ക് കോഫി കൊടുക്കുന്നത് ബഹളമാണ്. എന്താ വാ അവനും വെള്ളം അവിടെ നോക്കി വർത്താനം പറ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? അപ്പൊ കൊഞ്ച്, പിന്നെ ഫിഷ് നിർവാണം. നമുക്ക് കൈ കയറിയിരുന്നപ്പോ ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ബിരിയാണി. അപ്പോൾ ബിരിയാണി മാത്രം നമ്മൾ ഉണ്ടാക്കാൻ വെച്ചാൽ ചലഞ്ചിങ് ആണ്. ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്, ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്പൈസ് കുറച്ച് കുറയ്ക്കണം. ബാക്കി രണ്ടും കുറച്ച് തേങ്ങാപ്പാൽ ബേസ്ഡ് ആയതുകൊണ്ട് അതിന് വലിയ ഇതുണ്ടാകത്തില്ലല്ലോ, എരിവുണ്ടാകത്തില്ല.
അപ്പോൾ ഇത് ഇച്ചിരി ബിരിയാണി ഞാൻ നല്ല സ്പൈസ് കുറച്ചിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എത്രത്തോളം നന്നാവുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. കൈ കഴുകട്ടെ, കോഫീനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസേർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടില്ല, സെക്കൻഡ് ലെയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ വേറെ ഒരു ഗസ്റ്റ് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനത് ഉണ്ടാക്കുമ്പോഴല്ലോ അന്നും സെയിം ഡിസേർട്ട് ആയിട്ടാണ് ഉണ്ടാക്കിയത്, സെയിം ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കാണിക്കണോ, കാരണം എന്തായാലും ഒരിക്കൽ കാണിച്ചതല്ലേ, പിന്നെ എന്തിനു റിപ്പീറ്റ്. പിന്നെ വെച്ച് ഇനി ആ വീഡിയോ കാണാത്തവരുണ്ട്, പുതിയ ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കാണാമല്ലോ. പിന്നെ അതിൻ്റെ ഷോർട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും നീട്ടി വലിച്ചൊന്നും കാണണ്ട, അതിൻ്റെയും ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു നല്ലൊരു ഡിസേർട്ട് ഉണ്ടാക്കണം, പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി, 1 മിനിറ്റിൽ പരിപാടി തീരും. അപ്പോൾ സെക്കൻഡ് ലെയറിനകത്ത് വേണ്ടത് ഇത് കോക്കനട്ട് ക്രീമാട്ടോ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അടിച്ചെടുക്കണം. പിന്നെ കോക്കനട്ട് ക്രീം ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഞാൻ അതെടുത്തു. പിന്നെ ഇച്ചിരി കണ്ടൻസ് മിൽക്ക്. പിന്നെ ഇത് അന്ന് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി അങ്ങ് ഡിസേർട്ട് എന്ന് പറയുമ്പോൾ ഒത്തിരി മധുരം ചേർക്കുക എന്നുള്ളതല്ല, മധുരത്തിൻ്റെ ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്യാച്ച്. ഇവിടുത്തെ എന്നല്ല, എല്ലാ ഡിസേർട്ടിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. ഒരുപാട് മധുരം, ചില ഡിസേർട്ട്സൊക്കെ നമുക്കിങ്ങനെ ഒത്തിരി മധുരമായി കഴിഞ്ഞാൽ ഭയങ്കര എന്തോ പോലെ തോന്നും, മത്ത് പിടിക്കും. പക്ഷേ ഒരു ബാലൻസിൽ നിൽക്കുകയാണെങ്കിൽ ഒരു രസം ഉണ്ടാവും. അപ്പോൾ അധികം ഒന്നും ഒഴിക്കുന്നില്ല, ഇത്ര മതി, കുറച്ചേ ഒഴിച്ചുള്ളൂ കണ്ടൻസ് മിൽക്ക്. കാരണം എല്ലാ ലെയറിലും ഇച്ചിരി മധുരം വരും, അതുകൊണ്ട് നമ്മൾ ഒത്തിരി മധുരം ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു ഇച്ചിരി ലെമൺ ജ്യൂസ് ഞാൻ ഒഴിക്കുകയാണേ. ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ നല്ല ബാലൻസ് വരും. അപ്പോൾ ഇനിയുള്ള പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ കോക്കനട്ട് ക്രീമും കാണത്തില്ലായിരിക്കില്ലേ, കോക്കനട്ട് ക്രീമുണ്ട്, പിന്നെ അത് ഹിപ്പിച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചതുണ്ട്, പിന്നെ ലെമൺ ജ്യൂസ്, ഇത് 3ഉം കൂടെയാണ്. അപ്പോൾ 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ ബീറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീറ്റർ കാണാമോ? ബീറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ വേണ്ടി വരില്ലായിരിക്കും, കാരണം ഇപ്പം തന്നെ അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നോക്കട്ടെ, നമുക്കൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം. ഒരു ബിറ്റ് സ്പൂൺ എടുത്തിട്ട് വരാം, ഓക്കെ, ടേസ്റ്റ് ചെയ്യാനേ. അപ്പോൾ നമുക്കൊന്ന് മധുരമൊക്കെ നോക്കാം. എനിക്കൊന്ന് ഇച്ചിരയും കൂടെ കണ്ടൻസ് മിൽക്ക് ഇടേണ്ട വരുമായിരിക്കും. കുറച്ചും കൂടെ മധുരം വേണം, അധികം വേണ്ട, ഇച്ചിരി മതി. ഒരു ഇച്ചിരയും കൂടെ നമുക്കിടാം കണ്ടൻസ് മിൽക്ക്. ചാട് പെട്ടെന്ന് ചാട്. ഓക്കെ, അപ്പോൾ അത്രയും മതിയാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെമൺ ജ്യൂസും കൂടെ വേണം, കാരണം എനിക്ക് ആ ഒരു പുളിപ്പ് തോന്നിയില്ല. ഒരു പുളി വേണം അതിൽ, എന്നാൽ ഒരുപാടങ്ങ് പുളിക്കരുത്. ആ ഒരു ബാലൻസ് അത് നിങ്ങൾക്കറിയാം, നിങ്ങളതങ്ങ് ചെയ്യുക, അത്ര തന്നെ. പിന്നെ ഇതിനൊന്നും കണക്കും കാര്യങ്ങളും ഇത്ര ml അല്ലെങ്കിൽ ഇത്ര ഇത് സ്പൂണ് കണക്കൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല. സോ ഗേസ്, എനിക്ക് പൊതുവേ അങ്ങനെയാണ് എല്ലാ കുക്കിങ്ങിലും. ഒരാൾ എൻ്റെ അടുത്ത് റെസിപ്പി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെസിപ്പി എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇതിൻ്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. എൻ്റെ കൂടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എല്ലാം കൈക്കണക്കണം, ഇങ്ങനെ ഇടുമ്പോൾ ഇത് മതിയായിരിക്കും, ഇത്രയും ചിക്കൻ ഇത്രയും പൊടി മതിയായിരിക്കും എന്നുള്ള രീതിയിലാണോ ഞാൻ. എനിക്ക് തോന്നുന്നു മിക്കവരും അങ്ങനെ ആയിരിക്കും. പക്ഷെ കണക്ക് വെച്ച് കുക്ക് ചെയ്യുന്നത് നല്ലതാണ്. അത് കുറച്ചും കൂടെ എപ്പോഴും നമുക്ക് ഒരേ റിസൾട്ട്, ഒരു ഫോർമുല ബേസ്ഡ് നമുക്ക് ഒരേ റിസൾട്ട് കിട്ടും. കൺസിസ്റ്റൻസി ഭയങ്കരമായിരിക്കും അതിന്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അപ്പം ഞാൻ ചില സമയത്ത് എനിക്ക് തോന്നിയ പോലെയൊക്കെ എന്നാ വേണ്ട, നമുക്ക് കുറച്ച് വേറെ രീതിയിൽ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വട്ടവും എൻ്റെ ഒരേപോലത്തെ ഒരു ടൈമർ വെച്ച. ഓക്കെ ഗൂഗിൾ, സ്റ്റോപ്പ് ദ ടൈമർ. അവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതേ, അപ്പം ഞാൻ 1 മണിക്കൂർ വെച്ചതാണ്, അതായി. അപ്പോൾ എൻ്റെ കുക്കിങ്ങിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ വട്ടവും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു വട്ടം നമ്മൾ എന്നാൽ മോശമില്ല കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമില്ല എന്നല്ല, മോശമായി പോവില്ല. പക്ഷെ എല്ലാ വട്ടവും ഒരു കുറച്ച് വ്യത്യാസം, ചെറിയ വ്യത്യാസം. ബേസ് ആയിട്ടുള്ള ടേസ്റ്റ് അത് തന്നെ ആയിരിക്കും, പക്ഷെ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി വ്യത്യാസമൊക്കെ വരും.
അപ്പോൾ ബിരിയാണി ആണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസത്തെ നല്ല അടിപൊളിയായിരിക്കും, പിന്നെ പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ടേസ്റ്റ് ആയിരിക്കില്ല, വേറൊരു ടേസ്റ്റ്. ഒത്തിരി ഡിഫറൻസ് ഇല്ല, ചെറിയ ഡിഫറൻസ്. അങ്ങനെ അതാണ് എൻ്റെ കുക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ഓൺ ദ ഗോ നമ്മുടെ മനസ്സിൽ ഇൻസ്റ്റിങ്സ് തോന്നി അങ്ങനെ കുക്ക് ചെയ്യലാണ്. ഓക്കെ, എനിവേ നമ്മുടെ ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ ബീറ്റർ വെച്ച് അടിക്കുന്നില്ല, കാരണം അടിച്ചു കഴിഞ്ഞാൽ ഇനി അതിന് ഇതായിപ്പോവും. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടി. ഇത് ഈ ഒരു ഒത്തിരി വെള്ളം പോലെ ആവണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് 3 ലെയറായിട്ടാണ് നമ്മുടെ ഈ ഡിസേർട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ബിസ്കോഫ്, പിന്നത്തെ ലെയർ ഇത്, പിന്നെ അതിൻ്റെ മുകളിൽ മാംഗോയും പാഷൻ ഫ്രൂട്ടിൻ്റെയും ഡിസേർട്ട്, ആ 3 ലെയർ. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും, ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പക്ഷെ അങ്ങനെ സെറ്റായി ഇങ്ങനെ ഉറച്ചൊന്നും പോകുന്ന സാധനമല്ല, കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് മതി. പിന്നെ ഇതിനകത്ത് ജലാറ്റിനോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല, ക്ലീൻ ആയിട്ട് സാധനമാണ്, വീഗനാണ്, കാരണം ഇത് കോക്കനട്ടാണ്, അല്ലാണ്ട് ക്രീമല്ല, മറ്റേ മിൽക്കിൻ്റെ ക്രീമൊന്നുമല്ല. അങ്ങനെ അപ്പോൾ നമുക്കിനി അടുത്ത ലെയറിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഡിസേർട്ടിൻ്റെ ആദ്യത്തെ ലെയർ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ ആദ്യത്തെ ലെയർ നമുക്ക് ബിസ്കോഫ് ലെയറാണ്. എന്ത് ലെയർ വേണമെങ്കിലും ആക്കാം, ബിസ്കോഫോ അല്ലെങ്കിൽ സാധാരണയുള്ള ബിസ്ക്കറ്റോ എന്തെങ്കിലും ആക്കാം. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നത് ബിസ്കോഫിനാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതാവുമ്പോൾ അശ്വിൻ വന്നതാണ്, അശ്വിനും കോഫിയും കൂടെ നടക്കാൻ പോയിട്ട് വന്നത്. ഹലോ, റെക്കോർഡ് ചെയ്യണം, അവിടുന്ന് പയ്യെ ചോദിക്കുക, റെക്കോർഡ് ചെയ്യണം. എന്താ ടാക്സോ? അതിൽ നിന്നൊരു ബിസ്കോഫ് എടുത്തു, ടാക്സാ. പിന്നെ ഞാൻ ഇങ്ങനെ ഡിസേർട്ട് സെർവ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുഞ്ഞ് ഡിസേർട്ട് കപ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഡിസേർട്ട് കപ്പും കൊടുത്താൽ മതി. ഇത് അധികമൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ, കണ്ടില്ല എൻ്റെ ഒരു വിരലിൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ ഈ ബിസ്കോഫ് ഇങ്ങനെ ഇടുന്നു. ഇവിടെ ഒരാള് എനിക്ക് ഉള്ളി മുറിച്ച് തരികയാണ്. ഉള്ളി മുറിക്കാൻ അത് ഇത് മാത്രമല്ല, വേറെ ഒരു പരിപാടി പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഉള്ളി മുറിച്ച് തരണം, അത്രേ ഉള്ളൂ. എന്റെ തല റേസിസ്റ്റാണ്, അതൊന്നും പറയാൻ പാടില്ല, റേസിസ്റ്റാണ്. പക്ഷെ പറയുന്നത് ആഫ്രിക്കൻ അടിമയാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഞാൻ ചിക്കൻ നേരത്തെ കണ്ട പോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇപ്പോൾ 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. വേണമെങ്കിൽ ഇത് നമുക്ക് എയർ ഫ്രൈയും ചെയ്യാം. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ അല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ കുറച്ച് ടേസ്റ്റ് ആയിട്ട്, അവർ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതെ, നമ്മുടെ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചിട്ടുണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ പുള്ളിക്ക് ഞാനും പുള്ളിയുടെ പേര് ബിൽ എന്നാണ്. അപ്പോൾ ബില്ലും ഞാനും കൂടെ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ എരിവുണ്ടായിരുന്നു, ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് കഴിച്ചതെങ്കിലും പക്ഷെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടില്ല. പിന്നെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് അവൾക്ക് വയസ്സുണ്ട് കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായമല്ല, പുള്ളി കുറച്ച് സീനിയറാണ്. അപ്പോൾ പുള്ളിയുടെ വൈഫുമാണ് വരുന്നത്. ഒരു 60 വയസ്സ്, 60 58-59 വയസ്സ് അങ്ങനെ ഉണ്ടോ. ഇത് നമ്മളിവിടെ നേരത്തെ അല്ല, നമ്മളെപ്പോഴും കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഈ കോക്കനട്ട് ഓയിൽ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെയും ഇന്ത്യക്ക് പുറത്ത് കോസ്കോ ഉള്ളിടത്തുള്ള എല്ലാ കൺട്രിയിലുള്ളവർക്കും അറിയായിരിക്കും. ഇതാണ് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കോസ്കോയിൽ നിന്ന് ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. നല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ നല്ല മണമുള്ള വെർജിൻ കോക്കനട്ട് ഓയിലാണ്. നമ്മൾ കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത്
അല്ലേ ഫുഡ് കൊടുക്കുന്നത്. അന്നേരം നമ്മൾ കോക്കനട്ട് ഓയിൽ അല്ലാണ്ട് പിന്നെ അവോക്കാഡോ ഓയിൽ ഒഴിച്ച് എന്ത് കാര്യം അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് വറന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ ആയതൊന്ന് ഒരു സൈഡായെങ്കിൽ മറക്കുകയായിരുന്നു. ഇല്ല, ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് മറിക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് പനീർ ഉണ്ടാക്കാം. മട്ടർ പനീർ അത് എൻ്റെ ഒരു ലിസ്റ്റിൽ ഇല്ലായിരുന്നു. പക്ഷേ നാളെ വരുന്ന ഗസ്റ്റിന് വൈഫിന് മട്ടർ പനീർ ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട് പോയി. അപ്പോൾ പുള്ളിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പനീർ ഇരിപ്പുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ സവോള അശ്വിനെ കൊണ്ട് അരിയിപ്പിച്ചപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ അരിയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു നമുക്കിത് പാരലലി ഉണ്ടാക്കാം. ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെറിയ കുറച്ച് പനീർ വെച്ചിട്ട് നമുക്ക് മട്ടർ പനീർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിനാദ്യം വെള്ളം ചൂടാക്കാം. ഇത് പണ്ടപ്പനെ കഴിച്ച് അപ്പോൾ വെള്ളം ചൂടാക്കുകയാണ്. അപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ പനീർ ഞാൻ വറക്കാറില്ല. പനീർ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഇച്ചിരി നേരം ഒന്ന് തിളപ്പിക്കും. ഇച്ചിരി നേരം, വളരെ കുറച്ച് നേരം. അപ്പോൾ ആ സോഫ്റ്റ്നെസ് അതുകൊണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പനീർ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് മട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മട്ടറും കൂടെ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കും. മട്ടർ ഇത് ഗ്രീൻ പീസ് അത് ഫ്രോസൺ ആണ്. ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിപ്പിച്ച് കയറ്റും. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ മസാല ഇതാക്കിയിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനതുകൊണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കാണ് പനീറിനും മട്ടറിനും. അപ്പോൾ പനീർ ഈ വറക്കാണ്ടിടുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. വറുത്തിട്ട് കിട്ടാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. പക്ഷേ എനിക്കിതിന് ടേസ്റ്റ് കുറവൊന്നും തോന്നിയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പാരലലി നടന്നോളൂ. ഇവിടെ മീനല്ലല്ലോ. ഇറച്ചി വറുക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് ഇതിൻ്റെ മസാല ഉണ്ടാക്കണം, ബിരിയാണിയുടെ മസാല ഉണ്ടാക്കണം. അത് നമുക്കിപ്പോൾ ചെയ്യണം പാരലലി. അപ്പോൾ ആ സമയത്ത് മട്ടർ പനീറിൻ്റെ മസാലയും കൂടെ പാരലലി നമുക്ക് ഉണ്ടാക്കാം. കാരണം രണ്ടും ഏകദേശം സെയിം മസാലയാണ്. ചെറിയ വ്യത്യാസമുണ്ട്. മട്ടർ പനീറിൻ്റെയും ബിരിയാണിൻ്റെ മസാല സെയിം അല്ല. എന്നാലും സവോള വഴറ്റിലൊക്കെ സെയിം ആണല്ലോ. നമുക്ക് സൈഡിലങ്ങ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മട്ടറും കൂടി ഇടാം. ചിലപ്പോൾ കോഫി വരും. അവന് മട്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചിലപ്പോൾ വരും. നോക്കിയിരിപ്പുണ്ടോ അവന് മനസ്സിലായിട്ടില്ല. ഇതാ എടുത്തത് മനസ്സിലായിട്ടില്ല. ഇതിനൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ കോഫി വരുന്നു. കാണിച്ചേരെ ഇത് നിൽക്കുന്നുണ്ടല്ലേ. ഇത് വേണോ തരാം. അവിടെ സിറ്റ്. കോഫി ഇരിക്കില്ലെന്നോ? സിറ്റ്. വാലാട്ടിയൊന്നും കാണിക്കണ്ട. ഇരുന്നേ. കോഫി സിറ്റ്. ഗുഡ് ബോയ്. ഡൗൺ. ഗുഡ് ബോയ്. എന്തൊക്കെ കസർത്ത് കാണിക്കണമല്ലേ കോഫി. ഒരു 2 ഗ്രീൻ പീസ് കിട്ടാനായിട്ട്. എന്നാ കഴിച്ചോ. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഗ്രീൻ പീസ്. ഇത് മൊത്തം എടുത്തിട്ട് പോ കോഫി. അവിടുന്ന് ഇനി ഓരോന്ന് എടുത്തോണ്ട് വരുള്ളൂ. നമ്മുടെ മെനു ഡിസൈഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തത്. നമുക്ക് എന്തായിരിക്കണം എന്നുള്ളത്. നമുക്ക് നമ്മുടെ ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ ഇത്രയും കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലല്ലോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തെ റെപ്രസെന്റ് ചെയ്യണം. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രുചി ആയിരിക്കണം. ഒത്തിരി എരിവ് പാടില്ല. എന്നാൽ നമുക്ക് കുറച്ച് എരിവൊക്കെ വേണം. അല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി പ്ലെയിൻ ആക്കി ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ ഇച്ചിരി തേങ്ങാപ്പാലിന്റെ ബേസ് ഉണ്ടെങ്കിൽ ഇച്ചിരി അതിന്റെ എരിവൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്. അപ്പൊ ഞാൻ വെച്ച് ഓക്കെ പാൽക്കൊഞ്ച് എന്തായാലും ഉണ്ടാക്കാം. അതൊരു സ്റ്റാർട്ടർ പോലെ എടുക്കാം. പിന്നെ ഉള്ളത് എനിക്ക് ഫിഷ് നിർവ്വാണം കൊടുക്കണമെന്നുണ്ട്. അത് ഞാൻ ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ അത് അങ്ങനെ അധികം ഇവരെന്തായാലും ഫോറിനേഴ്സ് എന്തായാലും കഴിച്ചിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻസ് ഒട്ടും കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഇപ്പൊ പറയുന്ന ഈ ഫ്രണ്ടും വൈഫ് അവർ ഇന്ത്യയിലോട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ ഓക്കെ എന്നാ പിന്നെ അതാകുമ്പോ ഇതുണ്ട്, തേങ്ങാപ്പാലുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം തേങ്ങാപ്പാലും അതിന്റെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ എന്നാ പിന്നെ അതാവാം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണോ അതോ ബീഫ് സ്റ്റൂ വേണോ എന്നായിരുന്നു. എനിക്ക് ബീഫ് സ്റ്റൂ കൊടുക്കാൻ താല്പര്യമായിരുന്നു. പിന്നെ ഞാൻ വെച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ബീഫ് സ്റ്റൂ ആണെങ്കിൽ നമുക്കത് അപ്പം വേണം, അല്ലെങ്കിൽ പിന്നെ ബ്രെഡ്. അപ്പൊ ഈ ബ്രെഡ് നമ്മൾ അവർക്ക് കൊടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. കാരണം
ബ്രെഡ് അവരെപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ അത് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മള് കൊടുക്കുന്നതിൽ വലിയ കാര്യമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ ഒരു മിനിറ്റ്, ഞാൻ ചിക്കൻ ഒന്ന് എടുക്കട്ടെ. ചിക്കൻ 20 ആയിക്കണ്ടോ, അതെടുക്കാം. അപ്പൊ പിന്നെ ബ്രെഡ് വേണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ബീഫ് സ്റ്റൂ എനിക്ക് കൊടുക്കണമെന്നുണ്ട്. ബീഫ് സ്റ്റൂ കൊടുക്കുമ്പോ ബ്രെഡും ബീഫ് സ്റ്റൂ നല്ല കോമ്പിനേഷനാണ്. പിന്നെ പക്ഷെ ബ്രെഡ് കൊടുക്കുന്നതിന് താല്പര്യമില്ല. പിന്നെ എന്ത് വേണം? അപ്പം വേണം. അപ്പം കൊടുക്കണമെങ്കിൽ ഇവിടെ വിന്ററാണ്, അപ്പം പുളിക്കത്തില്ല, ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ മറ്റേ ഇൻസ്റ്റാ പോട്ടിലൊക്കെ വെച്ച് അത് ഭയങ്കര തലവേദനയാണ്. പിന്നെ ആയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ അതങ്ങനെ. അപ്പൊ പിന്നെ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇപ്പോഴത്തെ ഇതവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇത് പനീറും മട്ടറും നന്നായി തിളച്ചു. അപ്പൊ ഇത് ഓഫ് ചെയ്തേക്കാം. ഇത്രയും മതി, ഒരുപാട് ഇനി ആവണ്ട. അപ്പൊ പിന്നെ അപ്പം വേണം. പിന്നെ അല്ലെ പിന്നെ അപ്പം നമ്മൾ പോയി മേടിക്കണം. ഇപ്പൊ ഇവിടെ 2-3 കുറച്ച് ഇന്ത്യൻ കടകളുണ്ട്, മലയാളികളുടെ കടകളുണ്ട്. അല്ലെ പിന്നെ അവിടെ പോയി മേടിക്കണം. അപ്പൊ നമ്മൾ ഉച്ചയ്ക്കാണ് വിളിച്ചേക്കുന്നത്. അപ്പൊ 12 മണിക്ക് മുന്നേ പോയിട്ട് അപ്പം മേടിക്കണം. അപ്പൊ പിന്നെ അതൊരു എക്സ്ട്രാ ഒരു ട്രിപ്പാണ്. അപ്പോൾ അത് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ബീഫ് സ്റ്റൂവിനെ ഒഴിവാക്കിയത്. ബീഫ് സ്റ്റൂ ഒഴിവാക്കിയിട്ട് പിന്നെ അങ്ങനെയാണ് നമ്മൾ ഫിഷ് നിർവ്വാണയിലോട്ട്. പിന്നെ ബിരിയാണി, പിന്നെ ഡെസേർട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പനീർ മട്ടർ കൂടെ ഉണ്ടാക്കിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അവർക്ക് നേരത്തെ അറിയുന്നൊരു സാധനം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ മെനു. കാരണം മെനു ഇതേപോലെ നമ്മളൊരു ഫോറിനറെ വിളിച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ, ഞങ്ങൾ ഇതിനു മുന്നും നമ്മൾ ബ്രിസ്ബനിലുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഇതേപോലെ ഓസ്ട്രേലിയൻസ്, അവർക്കും നമ്മൾ ഇതേപോലെ ഒരിക്കൽ ഡിന്നർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിന്നർ കൊടുത്തപ്പോൾ ഇതേപോലെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എങ്ങനെയാണ് കൊടുക്കുക എന്നല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവാണ് ഇവരുടെ ഏറ്റവും പ്രശ്നം. അപ്പൊ നമ്മൾ കുക്കിങ്ങിലൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ആ ഒരു സ്പൈസ് ലെവലിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവര് മീഡിയം എന്ന് പറയും. അപ്പൊ എന്നോട് പറഞ്ഞു ബില്ല് പറഞ്ഞു ഞങ്ങൾ മീഡിയം സ്പൈസ് കഴിക്കാറുണ്ട്. മീഡിയം സ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ മീഡിയം സ്പൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോ സ്പൈസ് ആണ്. അവർ കുറച്ചും കൂടെ റെസ്റ്റോറൻറ്റുകാർ കുറച്ചും കൂടെ താഴ്ത്തിയിട്ടാണ് സ്പൈസ് കൊടുക്കുന്നത്. എനിക്കറിയില്ല ഇവർക്ക് മീഡിയം ഒക്കെ പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് അങ്ങ് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചു. കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഇവർക്ക് ഇവരുടെ മീഡിയം സ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ലോ സ്പൈസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ കുക്കിംഗ് അവർക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മുടെ ഫുഡ് അവർക്ക് ഇഷ്ടമാണ്, ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒരു മടിയും ഇല്ല. എനിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാണ്. പക്ഷെ ഇത് സ്പൈസ് ലെവൽ അതാണ് ഒത്തിരി അങ്ങ് കൂട്ടാനും പറ്റില്ല. അവസാനം അവർക്ക് കഴിക്കാൻ പറ്റാണ്ട് ഇരിക്കുന്നതിലും ഭേദം നമ്മുടെ സ്പൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. സ്പൈസ് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് സവാളയൊക്കെ സവാളയല്ല തക്കാളി പേര് പറഞ്ഞു ഇത് സെയിമാണല്ലോ മാക്സിമം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഇളക്കുക. അപ്പോൾ മൈക്ക് കണക്ട് ചെയ്തു. കാരണം കുക്കിങ്ങിൻ്റെ ഒച്ച കാരണം ഇനി കേൾക്കാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈക്ക് കണക്ട് ചെയ്തു. ഫോറിനേഴ്സിനെ നമ്മൾ വിളിച്ച് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ മെനു കാര്യങ്ങളൊക്കെ നമ്മൾ ഇച്ചിരി ചിന്തിച്ചാലും അവർ ഭയങ്കര നമുക്ക് അതിനൊരിച്ചിരി പാടുപെടണം. ഇവർക്കുള്ള മെനു എന്താണ് എന്നൊക്കെ ഉള്ളത് ഡിസൈഡ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ ഭയങ്കര അപ്രീഷിയേറ്റീവ് ആണ് ഇവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ ഓഫീസിലാണെങ്കിലും ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോഴുണ്ടല്ലോ എല്ലാവരും വന്ന് നമ്മുടെ ഫുഡ് നോക്കുകയും കാര്യങ്ങളും, അല്ലെങ്കിൽ കുറേ പേര് ടേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നമ്മളടുത്ത് സംസാരിക്കും. എനിക്കറിയില്ല നമ്മൾ ഇത്രയും അപ്രീഷിയേറ്റീവ് ആണോ ബാക്കിയുള്ളവരോട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫുഡിനോട് എന്ന് എനിക്ക് സംശയമാണ്. ഇവർ ഭയങ്കര എക്സ്പ്രസീവാണ്. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് പറയും, ഇഷ്ടമല്ലെങ്കിൽ അത്ര ഇല്ലയെന്നും പറയും. പക്ഷെ പൊതുവേ നമ്മുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ചിലർക്കുണ്ട് ഇതിൻ്റെ മണം, നമ്മുടെ കറികളുടെ മണമൊക്കെ ഭയങ്കര ഒഫൻസീവായിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിലൊക്കെ
നമ്മൾ അങ്ങനത്തെ കറികൾ കൊണ്ടുപോകാതിരിക്കുക. കാരണം ഓഫീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഭയങ്കര മണമുള്ള കറികൾ കൊണ്ടുപോകാതിരിക്കുക. എന്നാൽ ഇപ്പോൾ ഒരു ചിക്കൻ കറി കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമില്ല, ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഇപ്പം ഞാൻ ഫിഷ് കറി കൊണ്ടുപോകുന്ന ദിവസം ഞാൻ ഫിഷ് മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കാറില്ല. എന്നുവെച്ചാൽ ഓഫീസിലെ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കാറില്ല. കാരണം ഫിഷ് ചൂടാകുമ്പോൾ ഒരു മണം വരുമല്ലോ, അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ കൺസിഡറേറ്റ് ആയിട്ട് നമ്മൾ അങ്ങ് വർക്ക് സ്പേസിൽ അങ്ങ് നിൽക്കുക. പക്ഷേ ഇവർ ഭയങ്കര അപ്രീഷിയേറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ കൾച്ചർ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവർ ഭയങ്കര കീനാണ്. പക്ഷെ നമ്മൾ അത്രയും കീനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ അതുകൊണ്ട് ഓപ്പണാണ് അവർ. നമുക്ക് അങ്ങനെ അവരുടെ കൂടെ വർക്ക് ചെയ്യാനോ, സോറി കോഫി അവിടെ ബഹളം വെക്കുന്നത്, അവരോട് ഇങ്ങനെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇടപഴകാനോ ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഓപ്പണാണ് അവർ. നമ്മൾ അവരുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിച്ച് അവർ ഓപ്പണായിട്ട് സംസാരിക്കും. ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് പൊതുവെ ഇവരെ തോന്നിയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ വീട്ടിലോട്ട് വിളിക്കുമ്പോഴേക്കും അവരെന്ത് ഹാപ്പി ആയിട്ടാണെന്ന് അറിയാം. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ലൈക്ക് അവർ എക്സൈറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇത്രയും ത്വര ഭയങ്കര കൂടുതലാണ് അവർക്ക്. അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ അല്ലേ? അത് എത്ര വയസ്സായിട്ടുള്ള ആളാണെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ചെറിയ കാര്യം പഠിക്കാനായിട്ട് അതൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ എല്ലാം നമ്മൾ അവരുടെ അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നല്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾ നേരത്തെ ഡെസേർട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം ഒരു ബാലൻസിലാണ് പോകുന്നത്. നമുക്ക് നല്ലതെന്ന് തോന്നുക അവരുടെ നിന്ന് പഠിക്കുക, നല്ലതെന്ന് തോന്നാത്ത നമ്മൾ പഠിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ബ്രിസ്ബനിലുള്ള ഫ്രണ്ട്സ്, അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഒക്കെ ആണെങ്കിലേ എന്ത് കാര്യമായിട്ടാണ് അവരിങ്ങനെ എല്ലാം ചോദിച്ചറിയും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മേ ബി അവരതൊന്നും വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കുന്നൊന്നും ഇല്ലായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് തോന്നും ഓക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തത് അവരത് കണ്ടു, അല്ലെങ്കിൽ നമ്മളെ അവരെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പം തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി നമുക്ക് അവർക്ക് കൊടുത്തതിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്കൊന്ന് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഞാനെന്തോ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ അത് പറഞ്ഞതാണ്. അപ്പം നമ്മുടെ സവാള ഒരുവിധം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ടേക്കാം ഇതിനകത്ത്. ഇഞ്ചി കുറച്ചും കൂടെ മുന്നേ ഇതിനകത്ത് പോകേണ്ടതായിരുന്നു. സാരമില്ല, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇടാം. വെളുത്തുള്ളി എടുത്തിട്ട് വരാവേ. എനിക്ക് കേൾക്കാവോ? നോക്കാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് ഈ നമ്മുടെ കേരള ഡെസേർട്ട് പോലെ പായസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടെ അട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇൻസ്റ്റൻറ്റ് മിക്സ് കിട്ടും. പക്ഷേ എനിക്കതിന് വലിയ എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് ഡെസേർട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എനിക്ക് പുഡിങ് അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമ്മൾ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒത്തിരി പുഡിങ് ഞാനിപ്പോൾ ഒരു 50 വട്ടം 50 അല്ല 20 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പായസം ഞാൻ 2 വട്ടം 2-3 വട്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതും ഇൻസ്റ്റൻറ്റ് മിക്സൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അത് ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കൊള്ളില്ലെങ്കിൽ വെറുതെ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അവർ വിചാരിക്കത്തില്ല ഇതാണ് കേരളത്തിൻ്റെ ഡെസേർട്ട് വിചാരിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഡെസേർട്ട് എനിക്ക് കോൺഫിഡൻസ് ഉള്ളൊരു സാധനം, ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സാധനം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച് ആ ഡെസേർട്ട് ഉണ്ടാക്കിയേക്കുന്നത്. എൻ്റെ പീസ് അങ്ങ് ഭയങ്കര ചെറുതാക്കിയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടിടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി നമുക്ക് പനീറിൻ്റെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാൻ സമയമായി. പനീറിന് മസാലയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മസാല ആകുമ്പോഴത്തേനും പനീറിന് മസാല ആവും. എന്നിട്ട് പിന്നെ നമുക്ക് പനീർ അങ്ങ് ഇട്ടാൽ മതിയല്ലോ. ഞാനിവിടെ നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ വന്നിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ. ഇപ്പം ഞാനും അതെ റീസെൻ്റ്ലി വേറൊരു ഇന്ത്യനും കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ മലയാളി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കപ്പോൾ അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫുഡ് കാര്യങ്ങൾ, നമ്മുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യമാണ്. നമ്മുടെ രീതികൾ വരെ എല്ലാ രീതികളും, നിങ്ങളുടെ കല്യാണം എല്ലാവർക്കും ഉള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ പുറത്ത് നിൽക്കുന്നവരെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവരെപ്പോഴും ചോദിക്കും നിങ്ങളുടെ
ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മൈക്ക് ഇപ്പോൾ ഡിസ്കണക്റ്റ് ആയി, ചാർജ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളല്ല, അതും ഉണ്ട് ഇന്ത്യയിൽ. ഇപ്പോൾ വേറെ നോർത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉള്ളതുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ പറയും, ഇല്ല ഞാൻ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ അത്രയും ഇല്ല, പക്ഷെ ഉണ്ട്, ചിലവർക്കുണ്ട്. ഇപ്പോൾ സോറി, ഇപ്പോൾ കടുക് എടുത്തിട്ട് അതെ, നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ പിന്നെ കടുകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാജ്യദ്രോഹമായി. അപ്പോൾ അപ്പം ഞാൻ ഇച്ചിരി അതിൻ്റെ ഇടയ്ക്ക് എന്താ അതിൻ്റെ പേര് ഇറക്കി, ജീരകം. ഞാനിവിടെ വായിക്കുന്നുണ്ട്, ഫെനലിന്ന് വായിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ മലയാളം എന്തായിരുന്നു. ഓക്കെ, അപ്പം ഇച്ചിരി ജീരകം എടുത്തിട്ട് വർത്താനം കുറച്ചിലും കുക്കിങ്ങും എല്ലാം കൂടെ. അപ്പം അങ്ങനത്തെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ ഇതെന്താണെന്നറിയോ, നമ്മുടെ കല്യാണത്തിന് നമ്മൾ കുറച്ച് അവരുടെ കല്യാണത്തിന്, ഇവിടെയുള്ളവരുടെ കല്യാണത്തിന് 100 പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ 100 പേരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ ഒന്നും അല്ല. കല്യാണത്തിന് ആക്ച്വലി ചെയ്യുമ്പോൾ എന്തോരം പേരെയല്ലേ നമ്മൾ വിളിക്കുന്നത്. അത് നമ്മൾ ഇവരോട് വർത്താനം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തോരം പേരെ വിളിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ 1000 2000 എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 1200 പേരെന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ഇതെന്താ മറ്റേ ഹരിശ്രീശോകം പറഞ്ഞ പോലെ, എന്നാൽ പിന്നെ ഇതൊരു ജില്ലയൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൂടെ എന്നുള്ള രീതിയാണ് അവരുടെ. അയ്യോ, അപ്പോൾ അവരിങ്ങനെ അവരുടെ 30 പേര് 50 പേര് പറയുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ബർത്ത്ഡേക്ക് വിളിച്ചാലുണ്ടാവും ചിലപ്പോൾ ഒരു 50 പേര്, അല്ലെങ്കിൽ ഒരു മാമോദീസയ്ക്ക് വിളിച്ചാലുണ്ടാവും മിനിമം ഒരു 50 പേര്. അങ്ങനെ ആരും വേറെ സൂത്രം കഴിച്ചു തരാം. ഇപ്പോൾ സമയം ഇപ്പോൾ 10 മണിയാവാറായേ. കോഫിക്ക് 10 മണിയായി കഴിഞ്ഞാൽ ഉറക്കം വരും. അതിന് ബെഡ്റൂം തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു. അതുകൊണ്ട് 10 മണിയാകുമ്പോഴത്തേനും ബെഡ്റൂം തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എന്താ ചോദിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു തരാം കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു തരാം. മസാലയോട് നമുക്ക് ചില മസാല ഇടാവേ. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, അവർക്ക് സ്പൈസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ഇതൊക്കെ ഞാനിവിടെ പൊടിക്കുന്നതാണ് കേട്ടോ. ഞാൻ തന്നെ മറ്റേ വറ്റൽമുളക് മേടിച്ച് ഞാൻ തന്നെ മിക്സിയിലിട്ട് പൊടിക്കുന്നതാണ്. ഇത് ഇതേപോലെ തന്നെ ഞാൻ തന്നെ മല്ലി മേടിച്ച് ഞാൻ തന്നെ പൊടിക്കുന്നതാണ്. മായമില്ല, മന്ത്രമില്ല. പിന്നെന്താ അവിടെ പൊടിച്ചിരിക്കുന്നത് വേറെ? പിന്നെ കാണിച്ചു തരാം. കുരുമുളക് പൊടിയല്ലോ. കുരുമുളക് പൊടി നമ്മൾ പൊടിക്കും. പെരുംജീരകപ്പൊടി ഇതിവിടെ ഞാൻ പൊടിച്ചതാ. ചിക്കൻ മസാല ഇടാം. അപ്പോൾ ചിക്കൻ മസാല നോക്കി കയറിപ്പോയാലെ. ചിക്കൻ മസാലയും സാമ്പാർ മസാലയും സാമ്പാർ പൊടി അടുത്തടുത്തായിരിക്കുന്നത്. ഞാൻ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ലേബൽ ഇച്ചിരി മാഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കിയത്. ബിരിയാണിക്ക് ഞാൻ സാമ്പാർ മസാല കിട്ടിയിട്ട് ഉണ്ടാക്കിയ കോമഡി ആയാലും ഒരു കുഴപ്പമില്ല. ഞാൻ അവരോട് പറയും ഇത് ഇങ്ങനെയാണ്. അവർക്ക് അറിയില്ലല്ലോ, അവർ ഇതിന് മുന്നേ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ പറയും ഇത് ഇങ്ങനെയാണെന്ന് പറയും. അശ്വിനോട് പറയുമ്പോൾ ഉണ്ടായിരിക്കാൻ ഒന്നുകൂടെ ഉറപ്പ് വരുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി ചിക്കൻ മസാല ഇടാം. ഞാൻ ബിരിയാണി മസാല ഇടുന്നുണ്ട്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ഇട്ടു. ഇതിലോട്ട് നമുക്ക് കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അശ്വിന അരിഞ്ഞാണ്. സവോള എനിക്ക് കണ്ണ് നേറിയിട്ട് ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ അശ്വിനെ കൊണ്ടാണ് ഇന്ന് ഞാൻ സവോള അരിഞ്ഞത്. പൊതുവെ ഞാൻ അരിയാറ്, പക്ഷെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അരിഞ്ഞു തരാറുണ്ട്. പക്ഷെ അശ്വിൻ കുക്ക് ചെയ്യാൻ അറിയില്ലാന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീനിങ് കാര്യങ്ങള്, കുക്ക് ചെയ്യുമ്പോൾ ക്ലീനിങ് അല്ല, പക്ഷെ പൊതുവെ വീടിന്റെ ക്ലീനിങ് കാര്യങ്ങള്, ലോണ്ടറി മൊത്തം അശ്വിനാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. കുക്കിങ് മൊത്തം ഞാൻ, ക്ലീനിങ് പിന്നെ ലോണ്ടറി. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഞാനും വരും, പക്ഷെ എന്നാലും പൊതുവെ കുറേ കാര്യങ്ങളൊക്കെ അശ്വിനും കൂടെ ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ പണിയില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ വർക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ. അതിനകത്ത് ഒരു പണി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി മാറിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെടിയും പോകുകയായിരിക്കും. പിന്നെ അതിനുവേണ്ടി തല്ലും ഉണ്ടാക്കും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡിവൈസിൻ്റെ ചാർജ് തീർന്നു. അപ്പോൾ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ച സമയത്ത് ഇതിൻ്റെ മസാല ഞാൻ റെഡിയാക്കി. എന്നിട്ട് ഞാൻ പനീർ അതിനകത്തോട്ട് ഇട്ടു. ഇച്ചിരി എരിവ് കൂടുതലാണോന്നൊരു സംശയമുണ്ട് എനിക്ക്.
അപ്പം പനീറും കൂടെ കിടന്നിട്ട് പനീറും കൂടെ അതിൻ്റെ അകത്തെ മസാലയൊക്കെ വലിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് എന്നിട്ടും കൂടുതലാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഡിവൈസിന് ചാർജ് തീർന്നിട്ട് ഞാൻ കൊണ്ട് കുത്തിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പനീർ കാണിച്ചില്ലേ, പനീർ റെഡിയായി. പിന്നെ ഉള്ള പ്രോഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള അരിയാണ്, ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണം. എന്നിട്ട് പിന്നെ ഇതൊന്നും കൂടെ മിക്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ആ ബിരിയാണിയുടെ അരി ഉണ്ടല്ലോ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയുടെ ആ അരി വെന്ത് വരുമ്പോഴത്തേന് ഇങ്ങനെ കട്ട കൂടി സ്റ്റിക്കി ആയിട്ടിരിക്കത്തില്ല എന്നാണ് ശാസ്ത്രം. ഞാൻ ഏതൊരു വീഡിയോയ്ക്ക് അത് അങ്ങനെ കണ്ടാണ്. അപ്പം ഞാൻ അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കാറ് ശരിയാണ്. പിന്നെ ബിരിയാണിയുടെ വെള്ളത്തിൻ്റെ അളവ് മാത്രം എനിക്ക് ഇപ്പോഴും ശരിയാവാറില്ല. ചില ദിവസങ്ങൾ ശരിയാവും, ചിലപ്പോൾ ആവത്തില്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ആക്കും അത്. അപ്പം ഇങ്ങനെയല്ലേ ഇപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ ഇതിനകത്ത് ഇടണം. അപ്പം അതിന് മുന്നേ ഇത് ഇച്ചിരി കൂടെ ഒന്ന് കുഴമ്പ് പോലെ ആയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരി ഞങ്ങളല്ല, ഞാൻ നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മൾ ബോൺ ബ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ രാവിലെ ഇച്ചിരി കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ അതെടുത്ത് വെറും വെള്ളം ഒഴിക്കുന്നതിന് പകരം അതെടുത്ത് ഇച്ചിരി ഈ ബിരിയാണി മസാലയിലോട്ടുണ്ട്. ടേസ്റ്റും കൂടും. പിന്നെ ഈ ചിക്കനാണെങ്കിൽ അങ്ങനെ വലിയ നെയ്യൊന്നും ഇല്ല. അപ്പോൾ ഇച്ചിരി ഒരു കൊഴുപ്പ് പോലെ ഇത് വരികയും ചെയ്യും. പക്ഷെ ബോൺ ബ്രോത്താണ്, അപ്പോൾ ടേസ്റ്റും കൂടും, നല്ലതുമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി നമ്മുടെ ബിരിയാണി അരിയിലും ഇച്ചിരി ബോൺ ബ്രോത്ത് ഇട്ടിട്ടാണ് വേവിക്കുന്നത്. കുറച്ച് അങ്ങനെ വെള്ളമാണ് ഇടുന്നത്, പക്ഷെ അതിനകത്ത് ഇച്ചിരി ബോൺ ബ്രോത്തും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർഫുൾ ആയിരിക്കും നമ്മുടെ അരി, ബിരിയാണി അരി. നമുക്ക് കുറച്ച് ബീഫ് ബോൺ ബ്രോത്ത്, ബീഫാണ്, ബീഫിൻ്റെ ബോൺ ബ്രോത്താണ്, ഇച്ചിരി ബീഫ് ബോൺ ബ്രോത്ത്. അപ്പോൾ നമ്മുടെ അരി ഇതാണ്, അതിനാണ് എന്തായിരുന്നു യവാളുദേ അക്കരയിലു അരി, അതിനാണ്. എന്താ പടന്റെ ആലോചിക്കുമ്പോഴാണ് ഓരോരോ എനിക്കിപ്പോൾ പടം തേന്മാവൻ കുമ്പത്ത് കാണാൻ തോന്നും. നിങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ ആരെങ്കിലും? ചിലപ്പോൾ പഴയ പടങ്ങൾ കാണുന്ന ഇപ്പോഴും ഞാനും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ യൂട്യൂബിൽ അങ്ങ് വെച്ചിരിക്കും. എന്നിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ പുറകിലിങ്ങനെ പഴയ പടം ഓടിക്കൊണ്ടിരിക്കും. അശ്വിൻ അതിൻ്റെ ആളാണ്. അശ്വിൻ ചിലപ്പോൾ പണ്ടൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അക്കരെ അങ്ങനത്തെ പഴയ പടങ്ങളും പിന്നെ കുറേ ഉണ്ടായിരുന്നു. പാവം രാജകുമാരൻ, അതൊക്കെ ഇരുന്ന് കാണുമല്ലേ, കേൾക്കും. അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണായിക്കൊണ്ടിരിക്കും. ഉറങ്ങേണ്ട സമയത്ത് നമ്മളങ്ങ് ഉറങ്ങിപ്പോവും, പക്ഷെ അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാവും. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം കാണിക്കാം. അപ്പം നമ്മുടെ ഇതെല്ലാം ഡിസേർട്ട് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. അങ്ങനെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. സെർവ് ചെയ്യുന്നതിന് മുന്നേ ആവി കയറ്റണം. പിന്നെ എന്നിട്ട് ഞാൻ കുറച്ച് റൈസ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇൻ കേസ് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എരിവ് കൂടുതലോ അങ്ങനെ വല്ലതും ആണെങ്കിൽ. ഇപ്പോഴത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെച്ചു, സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്തു. ഈ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നാളെ ഇടിയിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതാ നമ്മൾ രാവിലെ എണീറ്റു. രാവിലെ ഒരു 8 മണിയായി. എണീറ്റപ്പോഴത്തേനും നമുക്ക് 2 മണിക്കൂറിലെ പരിപാടിയൊക്കെ തീർത്ത് 10 മണിയാകുമ്പോഴത്തേനും നമുക്ക് കിച്ചണെല്ലാം ക്ലോസ് ചെയ്യണം. നമുക്കിന്ന് വേണാട് പാൽക്കുഞ്ചും പിന്നെ ഫിഷ് നിർമ്മാണം ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ ഞാൻ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം. ചെറിയുള്ളി ഇച്ചിരി കൂടി ഇപ്പോൾ ഇത്ര വേണ്ട, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചുമ്മാ കിട്ടാൻ മതി. പക്ഷെ ഇവിടെ കിട്ടുന്ന ചെറിയുള്ളി എന്ന് പറയുന്നുണ്ടല്ലോ, ഷാലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ബൂളീസ് നിന്ന് മേടിക്കുന്നതാണ്.
അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ സവാളയെക്കാളും ഒരു ചെറിയ കുറച്ച് സൈസ് കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നവർക്ക് അങ്ങനെ കുഞ്ഞ് ഉരുണ്ട് അങ്ങനത്തെ ചെറിയുള്ളിയല്ല. അത് ചിലപ്പോൾ ഇന്ത്യൻ സ്റ്റോറിൽ ചില സമയത്ത് കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമുക്കതിങ്ങനെ ഫ്രോസൺ മേടിക്കാൻ കിട്ടും, അങ്ങനത്തെ ചെറിയുള്ളി. പക്ഷെ അത് ഞാൻ ഒരിക്കലും മേടിച്ചു, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട്, അല്ല കഴുകണ്ട, ചുമ്മാ അല്ലാണ്ട് ഒന്ന് അരിയുമ്പോൾ തന്നെ അതിൽ നിന്ന് അങ്ങനെ വെള്ളം അങ്ങനെ ഇറങ്ങിയിട്ടേ ഭയങ്കര അതിങ്ങനെ അഴവഴാന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ഇനി നിർത്തി. പിന്നെ ഇനിയിപ്പോ ഇതാ മേടിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ചെറിയുള്ളിയുടെ ആ ടേസ്റ്റ് അല്ല, പക്ഷെ കുറച്ച് വ്യത്യാസം. എന്നാ ചെറിയുള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഷാലറ്റ്സ്. ഇവിടെ ഇപ്പൊ നമ്മൾ എന്നും രാവിലെ ബോൺ ബ്രോത്ത് കുടിക്കും. രാവിലെ നമ്മൾ ബോൺ ബ്രോത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കും ഒരാഴ്ചത്തേക്ക്. എല്ലാ ആഴ്ചയും കുടിക്കില്ല, ഇങ്ങനെ ഇടവിട്ട ആഴ്ചകളിലൊക്കെ കുടിക്കും. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ഇച്ചിരി ബോൺ ബ്രോത്ത് കുടിക്കും, ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് കുടിക്കുന്ന കേട്ടോ. അത് നല്ലതാണ്. കൊളാജനാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, ഗട്ട് സിസ്റ്റം കുറച്ചും കൂടെ നന്നാക്കും. ഫുൾ കൊളാജനാണ്, ന്യൂട്രീഷ്യസ് ആണ് സാധനം. നമ്മളിതെങ്ങനെ കണ്ടുപിടിച്ചതല്ല, നമ്മളിതെങ്ങനെയാ ഇത് തുടങ്ങിയെന്നറിയാം. മറ്റേ ഇയാളല്ലേ ന്യൂസിലൻഡിലുള്ള ഒരു ബ്ലോഗറില്ലേ ബൂംബ, അത് തന്നെ. ആ പുള്ളി ഇങ്ങനെ കൊളാജനല്ല ഇങ്ങനെ ബോൺ ബ്രോത്തിന്റെ ഇതൊക്കെ പറഞ്ഞ് പുള്ളിയുടെ മിക്കവരും അവര് കുടിക്കും, അല്ലെങ്കിൽ എല്ലാ ബ്ലോഗിലും തന്നെ അതുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞങ്ങൾ പിന്നെ അതിനെപ്പറ്റിയൊക്കെ വായിച്ചപ്പോഴൊക്കെ അത് നല്ലതാണ്. ഇതുണ്ടാക്കാൻ വലിയ പാടില്ല. നമ്മൾ ഇൻസ്റ്റാപോട്ടിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നേരം, ഒരു 10 മണിക്കൂറൊക്കെ അത് ഇരിക്കണം. പക്ഷെ ഇൻസ്റ്റാപോട്ടിൽ നമ്മൾ ബോണും പിന്നെ കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടി ഇട്ടിട്ട് അടുത്ത ദിവസം ഓവർനൈറ്റ് അങ്ങ് വെക്കും. അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേനും അത് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. എല്ലാ ദിവസവും ഇത് കുടിക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഒത്തിരി വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഇതുവരെ വേറെ ഒരു ഇഷ്യൂസ് ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കും കാലിലൊന്നും അങ്ങനെ വേദനകളായിട്ടൊന്നും നമുക്ക് തുടങ്ങിയിട്ടില്ല. തുടങ്ങേണ്ട പ്രായമായില്ലെന്ന് തോന്നുന്നു, അറിയില്ല. എന്നാലും പക്ഷെ നമ്മൾ ഇതങ്ങ് കുടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും നല്ലതാണല്ലോ. പിന്നെ നമ്മൾ എപ്പോഴും കുടിക്കുന്നില്ല, കാരണം അത് ഫാറ്റ് കുറച്ചുണ്ടല്ലോ. പക്ഷെ നല്ല ഫാറ്റാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും അങ്ങനെ കുടിക്കില്ല. എന്നാലും കുറെ കുടിക്കുന്നുണ്ട് നമ്മള്. പിന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ സ്കിന്ന് നമ്മൾ ഒരാഴ്ച കുടിച്ച് കഴിയുമ്പോഴത്തേനും അടുത്ത ദിവസം അല്ല പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയ പോലെ തോന്നും. ഇങ്ങനെ സ്കിന്ന് നന്നാവുക എന്ന് പറയുമ്പോൾ ആൾക്കാർ വെളുക്കാനോ, വെളുക്കുന്നതല്ല വെളുക്കില്ല. നിങ്ങൾ എന്താണോ നമ്മുടെ കളർ അതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനൊരു മീഡിയം ബ്രൗൺ ആണ് ഞാൻ. ഈ വീഡിയോയ്ക്കകത്തൊന്നും നോക്കണ്ടത് ഇപ്പൊ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്താണോ കളറ് അതിൽ നിന്ന് നമ്മുടെ സ്കിന്ന് നന്നാവുക, അതാണ്. എന്ന് വെച്ചാൽ കൊളാജൻ കൂടുമ്പോൾ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി ഒക്കെ കൂടും. അത് നമുക്ക് മനസ്സിലാവും. ശരിക്കും ഒരു 7 ദിവസം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോ സ്കിന്ന് നന്നാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കിൻ കെയറിലുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെ ശ്രദ്ധിക്കുന്നവരോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്കിൻ ടേക്ക് കെയർ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാനിത് എന്താ പറയുന്നത്. അല്ലാണ്ട് വെളുക്കുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വെളുക്കല് അത് നമ്മുടെ ഒരു കൺസേൺ ആവരുത്. സ്കിന്ന് നന്നാക്കുക, അതിൻ്റെ കൂടെ ചിലപ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് ചിലപ്പോൾ ഒന്ന് ബ്രൈറ്റ് ആവുന്നുണ്ടാവും. പക്ഷെ അതല്ല നമ്മുടെ കൺസേൺ. നമ്മുടെ സ്കിന്ന് നന്നാവുക വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടെക്സ്ചർ നന്നാവുക, ഈവൻ ടോൺ ആവുക. പിന്നെ കുരുക്കൾ എങ്ങനെ പോയാലും വരും. നമ്മൾ എന്ത് മലമറിച്ചാലും കുറേയൊക്കെ വരും. പക്ഷെ അത് കുറച്ച് കൺട്രോൾ ചെയ്യുക. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് എലാസ്റ്റിസിറ്റി പ്രത്യേകിച്ച് നമ്മൾ പ്രായമാകും തോറും നമ്മൾ എലാസ്റ്റിസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് കൊളാജൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് മാക്സിമം കൂട്ടാൻ നോക്കും. എന്നാലും നമുക്കങ്ങ് ഏജ്ലെസ് ആയിട്ട് അങ്ങനെ പോവാം എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ എനിക്ക് 50 വയസ്സായിരിക്കുമ്പോൾ എനിക്ക് 20 വയസ്സ് പോലെ ഇരിക്കണം, അങ്ങനെയല്ല. 50 വയസ്സായിരിക്കുമ്പോൾ മേ ബി നമുക്കൊരു 40 വയസ്സിന്റെ പ്രായം തോന്നിക്കും. ഒരു 10 വയസ്സ് കുറയ്ക്കാനല്ല കുറഞ്ഞു കാണുന്ന പോലെ ഒരു അങ്ങനെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെ അപ്പോൾ 50 വയസ്സാണെങ്കിൽ അല്ലെങ്കിൽ 40 വയസ്സാണെങ്കിൽ നമുക്ക് 30 വയസ്സ് പോലെ 30 വയസ്സ് പോലെ തോന്നിക്കുക. അല്ലാണ്ട് 30 വയസ്സായിരിക്കുമ്പോഴും എനിക്ക് 15 വയസ്സ് പോലെ ഇരിക്കണം എന്നല്ല. പ്രായമാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ കുറച്ച് മുഖത്ത് കുറച്ച് തടിയും അതും ഇതൊക്കെ വരും, ഫാറ്റ് വരും, അത് വരും. അതിൻ്റെതായ കുറച്ച് പിന്നെയും കൂടെ കുറച്ചും കൂടെ പ്രായമാകുമ്പോഴത്തേരും റിങ്കിൾസ് വരും. റിങ്കിൾസ് ഒക്കെ വരുമ്പോൾ അത് അതിൻ്റെ ആ ഒരു റേറ്റ്, ആ എത്ര സ്പീഡിൽ റിങ്കിൾസ് വരുന്നു എന്നുള്ളത് ഇച്ചിരി സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ.
അപ്പോൾ ഇത് കൊളാജൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഹിപ്പിനും ജോയിൻസിനും നമ്മുടെ ഗട്ട് സിസ്റ്റം നന്നാക്കാനുള്ള ബെസ്റ്റ് പരിപാടിയാണ് ഈ സാധനം. പിന്നെ ഇതിനകത്ത് പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ നമ്മളിത് കുടിക്കുമ്പോൾ വേറെ അത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. ഇതെങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നേരത്തേക്ക് നല്ല ഫിൽഡ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ജങ്ക് കഴിക്കാനോ അങ്ങനെയൊന്നും തോന്നത്തില്ല. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് കുടിക്കാം. നമുക്ക് ഫിഷ് നിർവ്വഹണയ്ക്ക് വേണ്ടി ഫിഷ് ഒന്ന് വറുത്തെടുക്കണം. ഗ്രില്ല് ചെയ്യാന്ന് അറിയുന്നതാ. ഫിഷ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് അപ്പൊ നമ്മള് മസാല എല്ലാം പുരട്ടി വെച്ചു. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഒരു 3/4 മണിക്കൂർ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വറക്കാം. ഈ ചെമ്മീൻ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കധികം സമയമില്ല, പെട്ടെന്ന് പടപടപടേന്ന് ചെയ്യണം. കാരണം ഇത് ഒത്തിരി അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ റബ്ബറി ആവും. അതുകൊണ്ട് നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അരിഞ്ഞങ്ങ് അടുത്ത് വെച്ചേക്കണം. സംഭവം സെറ്റായിട്ടുണ്ട്. ഞാൻ ഒരു പീസ് കഴിച്ചു നോക്കി, നന്നായിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ഇട്ടത് എടുത്ത് മാറ്റി. കാരണം മിനി അവിടെ കിടന്ന് ഒത്തിരി എരിവ് കൊടുക്കട്ട, ഇത്രയുള്ള എരിവ് മതി. ഇനി എനിക്കുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും മാറ്റി വെക്കണം. മീൻ വറക്കണം. മീനൊന്ന് ജസ്റ്റ് വറുത്തിട്ട് പിന്നെ അവർ വരുമ്പോഴേ ഉള്ളൂ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മുടെ വാഴയിലയിൽ സെറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് പിന്നെ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ എന്താ, അടുക്കളയിൽ പിന്നെ എല്ലാം ഒരുവിധം തീർന്നു. എനിക്ക് കുറച്ച് പരിപാടി ബാൽക്കണിയിലുള്ള പരിപാടിയുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പാക്കേജുകൾ വന്നു കിടന്നത്, അതൊന്ന് റിട്ടേൺ കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുത്തൊന്ന് മാറ്റണം. ആ ഒരു ഏരിയയിൽ നിന്ന് സാധനം മാറ്റണം. അപ്പൊ നമ്മുടെ വേണാട് പാൽക്കൊഞ്ചായിട്ടുണ്ട്. ഇത് നമ്മള് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി അവര് വരുമ്പോൾ ഇതൊന്ന് മൈക്രോവേവ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു, സാരമില്ല. ഇനി നമുക്ക് മീൻ വറക്കാനുള്ളത്. അപ്പൊ നമ്മുടെ മീൻ വറന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് ചട്ടിയിലോട്ട് മാറ്റിയിട്ട് അടുക്കളയിൽ നമുക്ക് ഇറങ്ങാം. ഇതിൻ്റെ അകത്ത് വെക്കാൻ പോലെ ആക്കാം. മറ്റേതിനകത്ത് കറക്റ്റ് 4 വെച്ച് നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കി 2 കൂടെ വെക്കാനായിട്ട് ചെറിയ ചട്ടി എടുത്തേ. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി വെച്ചില്ലേ, അതിപ്പോ ആവി കയറ്റി അടുത്ത ദിവസം ആകുമ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. അത് ആവി കയറ്റി എടുക്കുന്നതാണ് ഏറ്റവും അടിപൊളി, ചൂടാക്കുന്നതിലും. അപ്പൊ ഞാൻ ആവി കയറ്റാൻ വേണ്ടിതാ നന്നായി പിടിച്ചോ പൊങ്ങുവേ. നമ്മുടെ കുക്കിംഗ് എല്ലാം ഒരുവിധം കഴിഞ്ഞു. അതെ, ബിരിയാണി ഞാൻ ആവി കയറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള സാലഡ്, പിന്നെ നമ്മുടെ ഫിഷ് ഇനി അവർ വരുമ്പോഴേ ഉള്ളൂ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുള്ളൂ. പിന്നെന്താ നമ്മുടെ സ്റ്റാർട്ടർ പ്രോൺസ് എല്ലാം ആയിട്ടുണ്ട്. ഇപ്പൊ വീട് നിറച്ച് മറ്റേ നമ്മുടെ ഇന്ത്യൻ ഫുഡിന്റെ മണമാണ്, നല്ല മണമാണ്. അപ്പൊ എന്തായാലും പക്ഷെ അവർ വരുമ്പോൾ കുറച്ച് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു സാധനം ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. വെള്ളത്തിലോട്ട് കുറച്ച് മാൻഡറിൻ, ചെറു ലെമൺ, റോസ്മേരി, സിനമൺ, ഇത്രയും സാധനങ്ങളിട്ട് തിളപ്പിക്കും. കുറേ നേരം തിളപ്പിക്കും. അപ്പോൾ നമ്മുടെ വീട് ഫുള്ള് അതിൻ്റെ മണം വരും. ഇതാട്ടോ ഞാൻ പറഞ്ഞ സാധനം. എല്ലാം ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് മാൻഡറിൻ, ഒരു ലെമൺ, സിനമൺ, കുറച്ച് റോസ്മെരി എല്ലാം ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുക. തിളച്ച് വരുന്നേ ഉള്ളൂ. തിളച്ച് വരുമ്പോഴത്തേനും നല്ല മണം ഉണ്ടാവും. അങ്ങനെ അപ്പൊ അതാണ് നമ്മുടെ ഒരു ഗസ്റ്റ് വരുന്നതിന് മുന്നുള്ള ഒരു പ്രിപ്പറേഷൻ. എനിക്കിതെല്ലാം കുക്ക് ചെയ്തപ്പോൾ നമ്മൾ രണ്ടും കൂടെ കുക്ക് ചെയ്ത പോലെ, ഞാനും നിങ്ങളും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്ത പോലെ തോന്നുന്നത്. അപ്പൊ എന്റെ കൂടെ നിന്ന നിങ്ങൾക്കും നാട്ടുകാർക്കും ഫയർഫോഴ്സിനും ഒക്കെ നന്ദിയുണ്ട്. പൊക്കോ